സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ തേടുന്നു മുല്ലമുളങ്കുഴലിൽ പിന്നെയും ചാഞ്ചാടും ചെല്ലമഴത്തുള്ളിയേ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ അല്ലിമലർക്കിളിയേ മഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ നെഞ്ചിൽ ചാഞ്ഞിറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ സൗരഭം ആരാരോ തേടുന്നു അന്തിനിലാവൊളിയെ അമ്മാനം മാനത്തെ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ സീതാലക്ഷ്മി തലയുറ്റി വീണു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന വഴിക്ക്. തലചുറ്റി വീണെന്നോ? എന്ത് പറ്റിയതാ? അതൊന്നും കൃത്യമായി എനിക്കറിയില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈശ്വരാ, എന്താ എന്റെ ലച്ചുന്? എക്സ്ക്യൂസ് മീ, സീതാലക്ഷ്മി. കാഷ്വാലിറ്റി. Are you married? No. ഡോക്ടർ, എന്താ സീതാലക്ഷ്മിക്ക്? എന്താ പറ്റിയത്? Nothing serious. She is carrying. എന്താ?
മനസ്സിലായില്ലേ പറഞ്ഞത്? 2 മാസം ഗർഭിണിയാണ് ആ കുട്ടി. നോൺസെൻസ്. ഇല്ല, അതെങ്ങനെ സംഭവിക്കാനാ? ദാറ്റ് ഐ ഡോണ്ട് നോ. ദിവ്യഗർഭമൊന്നും ആയിരിക്കില്ല. ആ കുട്ടിയോട് ചോദിച്ചാ മതി. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഡോക്ടർ പറഞ്ഞതൊക്കെ വിശ്വസിക്കട്ടെ ഞാൻ. സത്യമാണ് ഡോക്ടർ പറഞ്ഞത്? സത്യമാണ്. എന്താ അബദ്ധമാ സീതേ നീ കാണിച്ചത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ? അതൊന്നും ചോദിക്കണ്ട, സംഭവിക്കാം. നാടും വീടും വിട്ട് പഠിക്കാനെന്ന് പറഞ്ഞു പോന്ന തോന്നിയ പോലൊക്കെ നടക്കാം. ആരുടെ കൂടെ വേണമെങ്കിലും പോയി എന്ത് വൃത്തിയായിട്ടും കാണിക്കാം. പിന്നെ പ്രഗ്നൻസി, അതൊന്നും വലിയ കാര്യമല്ലല്ലോ. ഹോസ്പിറ്റൽസ് അല്ലേ ഉള്ളത്. കൊച്ചിനെ കൊല്ലാം, എന്നിട്ടൊന്നും അറിയാത്ത പോലെ നാട്ടിലേക്ക് പോവാം. മിണ്ടരുത് നീ. ജീവിതം എന്താടി ഇങ്ങനെ തട്ടിക്കളിച്ച് നശിപ്പിക്കാനുള്ള കളിപ്പാട്ടോ? ഒറ്റത്തവണ നശിച്ച അതോടെ തീർന്ന പെണ്ണിന്റെ ജീവിതം. പിന്നെ കാണുന്നവന്റെ ഉള്ളില് അറപ്പും വെറുപ്പും ആയിരിക്കും. പൊക്കോന്റെ അടുത്ത് എനിക്ക് കാണേണ്ടതില്ല. അങ്ങനെ പറയരുത് കൃഷ്ണേച്ചി. വേറെ ആരുമില്ല എനിക്ക്. എന്നോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ മോളെ നീ. എന്റെ അനിയത്തെ പോലെ ആയിരുന്നില്ല നീ എനിക്ക്. എന്നിട്ടും സത്യം പറ, എന്താ സംഭവിച്ചത്? ആരാ നിന്നെ ഇങ്ങനെ? രാമൻ. ഞാൻ മുമ്പ് കൃഷ്ണേച്ചിയോട് പറഞ്ഞിരുന്നു, ട്രൈബ്സിന്റെ ഇടയിൽ നിന്നും എന്നെ രക്ഷിച്ച ഒരു രാമനെ കുറിച്ച്. കണ്ടെന്നും രക്ഷിച്ചു നോക്കിയാലേ നീ പറഞ്ഞുള്ളൂ. പറഞ്ഞതിനും അപ്പുറത്ത് ഒരു സിനിമാ കഥയിലെ പോലെ ഹീറോയായിരുന്നു അയാൾ. അലറിക്കൊണ്ടുവന്ന കാട്ടുജാതിക്കാർക്കിടയിൽ നിന്ന് അത്രയ്ക്ക് റിസ്ക് എടുത്ത രാമൻ എന്നെ രക്ഷിച്ചത്. ആരോടും പറയാതെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു എന്റെ രാമനെ. ലച്ചു, നീ ഇങ്ങനെയൊന്നും പറഞ്ഞ ഇപ്പൊ എനിക്ക് മനസ്സിലാവില്ല. നടന്നത് എന്താണെന്ന് തെളിച്ചു പറ. കൃഷ്ണേച്ചിക്ക് അറിയാലോ, തീസീസിനുള്ള എന്റെ സബ്ജക്റ്റ് ട്രൈബ്സിനെ കുറിച്ചായിരുന്നില്ലേ. വ്യത്യസ്തമായ ചില വർഗങ്ങളെ തേടിയ ഞാൻ ശ്രീഹള്ളിയിലേക്ക് പോയത്. കർണാടകയിലെ? യെസ്, കർണാടകയില്. നമ്മുടെ നെല്ലിയാമ്പതിക്കും അപ്പുറത്തൊന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ. പക്ഷേ എന്റെ കണക്ക് കൂട്ടലിനും അപ്പുറത്തായിരുന്നു അവിടുത്തെ ഉൾക്കാട്ടിലെ ഗിരിവർഗക്കാർ. ദേ ആർ വെരി ഡേഞ്ചറസ്. അവർക്കിടയിൽ പെട്ടുപോയി ഞാൻ.
അയാൾ എങ്ങനെ കാട്ടിൽ വന്നത്? പുറംകാട്ടില് ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ കാട്ടിലേക്ക് പോകുന്ന കണ്ടിട്ട് സംശയം തോന്നി പിറകെ വന്നതാ. കൃഷ്ണേച്ചിയോട് ഞാനന്ന് തിരിച്ചു പോന്നു എന്നല്ലേ പറഞ്ഞത്? പോന്നില്ല. നേരം വൈകിയത് കൊണ്ട് പുറത്തിറങ്ങാൻ പേടിച്ച് അയാളുടെ ടെന്റിനകത്ത് തന്നെ ഇരുന്നു ഞാൻ. ഒരു രാത്രി മുഴുവൻ. സ്വർണ്ണമയൂരം സ്വർണ്ണമയൂരം ഈ കാട്ടിലേക്ക് ഒറ്റയ്ക്ക് വരാൻ കാണിച്ച ധൈര്യം എന്തായാലും സമ്മതിക്കണം. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലേ ദേ ഇപ്പൊ പച്ചയും പുള്ളിയൊക്കെ കുത്തി ഓല ഉടിപ്പിച്ച് കൊണ്ടുപോയനെ കാട്ടുജാതിക്കാര്. തൊലി വെളുപ്പുള്ള പെണ്ണിനെ കണ്ട വെച്ചേക്ക് പോമാര്. ഇത്രയും പ്രശ്നമുള്ള സ്ഥലമാണെന്ന് വിചാരിച്ചില്ല. നമ്മൾ കേരളത്തില് നെല്ലിയാമ്പതിയിലൊക്കെ പോവില്ലേ, അതുപോലെയാണെന്നാ. അല്ല, തനിക്ക് റിസർച്ച് ചെയ്യാൻ വേറെ ഒരു സബ്ജക്റ്റും കിട്ടിയില്ലേ? ഈ കാട്ടുജാതിക്കാരോട് എത്ര വലിയ പ്രിയം? നല്ല ആരോഗ്യമുള്ളതുകൊണ്ടാണോ? ദേ അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. വേണമെങ്കിൽ ഒരുത്തന്നെ പിടിച്ചേരാം, കൊണ്ടുപോയിക്കോ നാട്ടിലേക്ക്. വീട്ടുകാർക്ക് വേറെ ചെറുക്കനെ ആലോചിക്കുകയും വേണ്ട. റിസർച്ച് മാത്രമല്ല, കുടുംബജീവിതവും ഭംഗിയായിട്ട് നടക്കും. 4-5 വർഷം കഴിയുമ്പോൾ അമ്പും വില്ലും കുന്തവും ഒക്കെ ആയിട്ട് 4-5 കുട്ടികൾ ഇങ്ങനെ മുറ്റത്തൂടെ ഓടിച്ചാടി നടക്കും. നമുക്ക് വേണമെങ്കിലും ഒന്ന് ആലോചിക്കാം. അയാൾ ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വല്ലാത്തൊരു തിടുക്കമായിരുന്നു എനിക്ക്. എന്തിനാ ഈ കാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ. എന്തിനും ഉടനെ മറുപടി ഉണ്ടായിരുന്നു ആൾക്ക്. അത് പിന്നെ സീതേ, നാട്ടിൽ ചില്ലറ കശപിശയൊക്കെ ഉണ്ടാക്കുന്ന എനിക്കൊരു ശീല. അതൊരു വല്ലാത്ത വഴക്കാവുമ്പോ ചിലപ്പോ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ മാറി നിൽക്കേണ്ടി വരും. മിക്കവാറും സ്റ്റേറ്റ് വിട്ടായിരിക്കും യാത്ര. ഇവിടെ താഴ്വാരത്ത് എനിക്ക് ചില നല്ല സുഹൃത്തുക്കളുണ്ട്. അതാ ഇങ്ങോട്ട് പോകുന്നത്. ഒറ്റയ്ക്കല്ല, എപ്പോഴും കൂടെ ഒരു സഹായി ഉണ്ടാവും. ചെല്ലപ്പൻ. കൂടെ ഒരാളുള്ളത് നല്ലതല്ലേ? എന്നിട്ട് ആളെവിടെ? എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇന്ന് അടിവാരത്തേക്ക് പോയതാ. ഓ, ഇനി നാളെ വരൂ. പിന്നെ ഇന്ന് നമ്മൾ രണ്ടാളും തനിച്ച ഇവിടെ. കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണും അത്യാവശ്യം പോക്കൃത്തരമൊക്കെ കയ്യിലുള്ള ഒരു ചെറുക്കനും. എങ്ങനുണ്ട്? എന്തും സംഭവിക്കാം. അരുത്, വേണ്ട. എന്താ വേണ്ടാത്തത്? പായ വിരിക്കണ്ട കിടക്കാൻ. ഇതും വിരിച്ച് കിടന്നു. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാന്ന് പറഞ്ഞു പേടിപ്പിച്ചിട്ട് എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ കിടന്നുറങ്ങുന്ന അയാളോട് അപ്പൊ എനിക്ക് ശരിക്കും സ്നേഹം തോന്നി. ഇങ്ങനെ നല്ല മനുഷ്യരുണ്ടോ എന്ന് വിചാരിച്ചാ ഞാനന്ന് കിടന്നത്. നല്ല തണുപ്പായിരുന്നു, ശരീരം മരവിച്ചു പോകുന്ന തണുപ്പ്.
ഒന്നും സംഭവിക്കുമായിരുന്നില്ല. അരുതാത്ത രീതിയിൽ എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. എന്നെ കമ്പിളി പുതപ്പിച്ചിട്ട് പോകുന്ന കണ്ടപ്പോ ശരിക്കും ആരാധിച്ചു പോയി ഞാൻ അയാളെ. സത്യം ഒന്നും സംഭവിക്കുമായിരുന്നില്ല കൃഷ്ണേച്ചി. രാത്രി പേടിച്ചിട്ട് ഞാൻ എണീറ്റില്ലായിരുന്നെങ്കിൽ. പേടിക്കണ്ട, ഞാൻ ദാ ഇവനെ കണ്ടുവന്നതാ. പേടിക്കണ്ട, അട്ടയാ, കാടല്ലേ. ഇവരിവിടുത്തെ സ്ഥിരം സന്ദർശകരാണ്. എങ്ങനെ എടുത്തു കളയാ? എനിക്ക് പേടിയാ. ഇവനിങ്ങനൊന്നും പോവില്ല. രക്തം കുടിച്ച് മതിയാവുന്ന വരെ ഇങ്ങനെ കടിച്ചു പിടിച്ചു കിടക്കും. ഈ ശരീരത്തിൽ 4-5 ലിറ്റർ ചോരയുള്ളതല്ലേ, പാവം, അതും ജീവിച്ചു പോട്ടെ. പ്ലീസ് എങ്ങനെങ്കിലും ഒന്ന് എടുത്തു കളയൂ. ഇതിനുള്ള മരുന്നൊക്കെ ഇവിടെ സ്റ്റോക്കാ. എന്തുപറ്റി? പേടിയുണ്ട് ഇവിടെ കിടക്കാൻ? എന്റെ മനസ്സിനെ ഇത്രയ്ക്ക് വലിച്ചെടുപ്പിക്കാൻ മാത്രം? സത്യം പറ, ആരാ? സീതയ്ക്ക് ഞാൻ രാമന, ഈ ചിത്രകൂടത്തിലെ ശ്രീരാമൻ.